ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടെലിഗ്രാം ബോട്ടിനെ പറ്റിയാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു സംഭവത്തിനെ പറ്റി അറിഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AI ടെലിഗ്രാം ബോട്ടുണ്ട്. ഈ ടെലിഗ്രാം ബോട്ടിൽ നമ്മളൊരു പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പിക്ചറിനെ ന്യൂഡായിട്ട് അത് കൺവേർട്ട് ചെയ്ത് തിരിച്ചു തരും എന്നുള്ളതാണ് സംഭവം. ഈ ഒരു സംഭവം സത്യമാണോ ഇല്ലയോ എന്ന് പല ആൾക്കാർക്കും ഡൗട്ടുണ്ട്. സംഭവം സത്യമാണ്. അതായത് ഈ ടെലിഗ്രാം ബോട്ട് ചെയ്യുന്നത് എന്താണെന്ന് ആദ്യം പറയാം. അപ്പോൾ ഇതൊരു AI വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ടെലിഗ്രാം ബോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരാളുടെ ഇമേജ്, ഒരു മനുഷ്യൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ന്യൂഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ചു തരും. ഫസ്റ്റ് ടൈം നമുക്ക് അത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പേയ്മെൻറ്റ് മേടിക്കും. അപ്പം ഇതിനെ പറ്റിയിട്ടൊരു ന്യൂസ് ആർട്ടിക്കിൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ സംതിങ് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിലാണെന്നാണ്, ഓർമ്മയില്ല കറക്റ്റായിട്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടെലിഗ്രാം ബോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് പിക്ചറിന് ശേഷം ഇവർ 60 സെൻറ്റ് to $1 സംതിങ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പിന്നെ കൺവേർട്ട് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ന്യൂഡ് ഇമേജസ് ഈ ഒരു ടെലിഗ്രാം ബോട്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് നാളിന് ശേഷം ഈ ടെലിഗ്രാം തന്നെ ഈ ഒരു ബോട്ടിനെ ബ്ലോക്ക് ചെയ്തു. ഫസ്റ്റ് ബോട്ടിനെ ബ്ലോക്ക് ചെയ്തപ്പം സെക്കൻഡ് ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പരിപാടി തന്നെ ചെയ്തു, അതിനെയും ബ്ലോക്ക് ചെയ്തു. തേർഡ് ബോട്ട് ക്രിയേറ്റ് ആയി, അതിനെയും ബ്ലോക്ക് ചെയ്തു. പിന്നീടുള്ള സംഭവത്തിനെ പറ്റി അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ബോട്ടിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഈ ടെലിഗ്രാമിലുള്ള ഈ ഒരു ബോട്ടിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അടുത്തൊരു ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു സെയിം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ടെലിഗ്രാമിൽ മാത്രമേ ഈ സംഭവം പറ്റത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, വെബ്സൈറ്റുകളുണ്ട്. Undress.app എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റാണ് ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്. പക്ഷേ നിങ്ങൾ ഇങ്ങനത്തുള്ള ഏത് വെബ്സൈറ്റിൽ പോയാലും, ഇത് മാത്രമല്ല ഒരുപാട് വെബ്സൈറ്റുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഏത് വെബ്സൈറ്റിൽ പോയാലും അവിടെ നിങ്ങളുടെ അടുത്ത് പേയ്മെൻറ്റ് ചോദിക്കാം. അപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയ സമയത്ത് ഇതിൽ പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തുമില്ല, ഞാനിത് ചെയ്തതുമില്ല. പിന്നെ ഞാൻ ഈ വെബ്സൈറ്റ്സിൻ്റെ റിവ്യൂസ് എടുത്ത് നോക്കി. അപ്പോൾ വെബ്സൈറ്റിൻ്റെ റിവ്യൂസ് എടുത്ത് നോക്കിയ സമയത്ത് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളല്ല ഇവർ തിരിച്ചു തരുന്നതെന്നുള്ളത് എക്സാക്ട്ലി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ന്യൂഡ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ AIക്ക് പറ്റും. അതൊന്നാമത്തെ കാര്യം. ഇനി നിങ്ങളിത് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് ഏതെങ്കിലുമൊക്കെ മാർഗ്ഗത്തിലൂടെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് ഇത് കൊണ്ടുവരും. കാരണം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണല്ലോ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നെ പല ആൾക്കാരും പറയുന്നത് ഇത് ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം പലരും ഈ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ സൈബർ ക്രൈമിൽ പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ബാക്കപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സൈബർ ക്രൈമിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അവരിത് നോക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ഇനി അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോട്ടോസാണ്. വീഡിയോസ് വരെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഫേസ് മാത്രം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഫേസിനെ നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് ഒരു വീഡിയോ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇനി ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇതിൽ ഈ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസ് വരും. ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനത്തുള്ള സംഭവങ്ങൾ ഇനിയുള്ള ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഇനി അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ വെബ്സൈറ്റ് തപ്പി പോകണ്ട. ഈ വെബ്സൈറ്റിലൊക്കെ നല്ല രീതിയിൽ പൈസ കൊടുക്കണം. പിന്നെ പൈസ കൊടുത്തിട്ട് പിന്നെ സാധനം കിട്ടിയില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ ഞാനിത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നേരെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റുകളൊക്കെ കിട്ടും. അത് വേറെ കാര്യം. പക്ഷേ എല്ലാത്തിനും പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, പ്രധാനമായിട്ട് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ഫോട്ടോസ് ഈ മോർഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് പണ്ട് മുതലേ നടക്കുന്നൊരു സാധനമാണ്. ഇപ്പോൾ അത് AI വെച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ടെക്നോളജി നമുക്കറിയാമല്ലോ എപ്പോഴും നല്ലതായിട്ടും ചീത്തയായിട്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ചീത്തയായിട്ട് യൂസ് ചെയ്യുന്നവർ പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനി അങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓൺലൈനിൽ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെയായാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും ഇറ്റ് ഹാസ് സീറോ പ്രൈവസി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്ക് എനിക്കൊന്ന് ലോ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ പ്രൈവറ്റ് അക്കൗണ്ടാണോ പബ്ലിക് അക്കൗണ്ട് അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ആ സാധനം ഇൻ്റർനെറ്റിലാണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഹാസ് നോ പ്രൈവസി. അത് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതായത് വേറൊരാളത് ശ്രമിച്ചാൽ അയാൾക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക. പിന്നെ ഇനി അങ്ങോട്ട് ഇതൊക്കെ നടക്കാൻ സാധ്യതകളുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി ഭയങ്കര ഡീപ്പ് തോട്ട്സ് ഒന്നും അങ്ങ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇനി നടക്കാൻ സാധ്യതയുണ്ട് ഇവിടെ എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. ആൻഡ് എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ തന്നെ എടുക്കാതിരിക്കുക ഇതിൽ. അപ്പോൾ ശരി, ഒരുപാട് ആൾക്കാർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കാര്യമൊന്നുമില്ലെന്നേ, പരിപാടിയൊക്കെ നടന്നുകൊണ്ടേയിരിക്കും, കാര്യമൊന്നുമില്ല. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.